ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളുടെ 2024 ഡിസംബറിൽ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ടുകളൊക്കെ ഇങ്ങനെ പബ്ലിഷ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കുറേ പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ അസൈൻമെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് വരിക, അത് നമ്മൾ മുൻപേ നമ്മൾ സബ്മിറ്റ് ചെയ്ത കാര്യമല്ലേ, എന്താ ഇനിയും വരാത്തത് എന്നുള്ളതൊക്കെ. അസൈൻമെൻറ്റിനെ കുറിച്ച് ഞങ്ങൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റിനെ കുറിച്ച് എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് അസൈൻമെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് ഇനി ജൂണിലെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ മാർച്ച് ലാസ്റ്റ് മുതലൊക്കെ ആയിരിക്കും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ആദ്യം തന്നെ പറയാം, നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വരുവാൻ ഏകദേശം 6-7 മാസമൊക്കെ എടുക്കാറുണ്ട്. അതായത് ഒക്ടോബർ നവംബറിൽ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജൂണിൽ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവുക. ഒരു മാർച്ച് ആകുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ റിസീവ്ഡ് ടു ബി പ്രോസസ്ഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അസൈൻമെൻറ്റ് കറക്റ്റായിട്ട് അവിടെ എത്തിയിട്ട് ഇവാലുവേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് റിസീവ്ഡ് ആൻഡ് ഇൻ പ്രോസസ് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കും. പല സ്റ്റുഡൻസിൻ്റെയും റിസൾട്ടുകൾ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ വന്നിട്ടുള്ളത് MSO, BEG, MBA, MEG, MEC പോലെയുള്ള സബ്ജക്റ്റുകാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അസൈൻമെൻറ്റ് റിസൾട്ട് എന്താണ് കാണിക്കുന്നത്, സ്റ്റാറ്റസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്സാം റിസൾട്ട് വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ അസൈൻമെൻറ്റ് റിസൾട്ടും വരുന്നത്. അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും അസൈൻമെൻറ്റ് നമ്മൾ ഒരുമിച്ച് വെച്ചതാണെങ്കിൽ പോലും അത് ഒരുമിച്ചല്ല വരുന്നത്. ഓരോന്നിൻ്റെയും ഓരോ ടൈമിലായിരിക്കും നമ്മളുടെ അസൈൻമെൻറ്റ് നമുക്ക് റിസൾട്ട് വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു അസൈൻമെൻറ്റ് ഇവാലുവേഷൻ നടക്കുന്നത് നമ്മളുടെ സ്റ്റഡി സെൻറ്റേഴ്സിൽ വെച്ചാണ്. അതിനുശേഷം അത് അവർ ആ ഒരു മാർക്ക് റീജിയണൽ സെൻറ്ററുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസിൽ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് നമുക്ക് റിസൾട്ട് വരാൻ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ടുകൾക്ക് വരാറുള്ളത്. വളരെ ലേറ്റായിട്ടാണ് നമ്മളുടെ അസൈൻമെൻറ്റ് റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് വരുന്നത്. ഇനി ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ടും നിങ്ങളുടെ അസൈൻമെൻറ്റിൽ ഒരു സ്റ്റാറ്റസും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു സ്ലിപ്പ് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു സ്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിലോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ റിസൾട്ടിൽ ഒരു സ്റ്റാറ്റസും കാണിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു പേപ്പർ നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അയച്ചിട്ടുള്ളത് പോസ്റ്റായിട്ടാണെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു സ്ലിപ്പും നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെയും നിങ്ങൾക്ക് റിസൾട്ട് ലേറ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ സ്റ്റഡി സെൻറ്റേഴ്സ് നിങ്ങളോട് ഒന്നുകൂടി നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ അസൈൻമെൻറ്റ് റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ആ ഒരു കാര്യം വളരെ യൂസ്ഫുൾ ആകുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് നോക്കുക എന്ന് നോക്കാം. അതായത് ആദ്യം തന്നെ നിങ്ങൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുക. അവിടെ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതായത് സ്റ്റുഡൻറ്റ് സർവീസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ നോ യുവർ സ്റ്റാറ്റസ് എന്ന് അതിൻ്റെ താഴെയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ പോയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടെ വരും. ഇതിൽ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിഷൻ സ്റ്റാറ്റസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് വരുന്നത്. ഇനി വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ട് ഗൂഗിൾ ചെയ്യുക. അതായത് ഇഗ്നോ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പ്രൊഫൈലാണ് വരിക. അവിടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാം. അപ്പോൾ അവിടെ ഇതുപോലെ ഒന്നാണ് വരിക. നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നിങ്ങളുടെ 10 അക്ക എൻറോൾമെൻറ്റ് നമ്പർ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട്
നിങ്ങളുടെ പ്രോഗ്രാം കോഡും കൂടി കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് അവിടെ കാണിക്കുന്നതായിരിക്കും. റിസീവ് ടു ബി പ്രോസസ്ഡ് ആണോ അല്ല റിസീവ്ഡ് ആൻഡ് ഇൻ പ്രോസസ് ആണോ കാണിക്കുന്നത് എന്ന് നോക്കിയിട്ട് റിസീവ്ഡ് ആൻഡ് ഇൻ പ്രോസസ്സ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്ത് നോക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊന്നും കാണിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അതിൽ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അപ്ഡേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്